ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഡൽഹി പോലീസിന് ഇതുവരെ മറുപടിയില്ല. ഈ സുനന്ദ പുഷ്കർ മരിച്ചു കിടന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിലെ മുറിയുടെ സുനന്ദ മരിച്ചു കിടക്കുന്നതിൻ്റെ ചിത്രം അല്ലെങ്കിൽ അവിടുത്തെ പശ്ചാത്തലം വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഇതുവരെ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ സുനന്ദ പുഷ്കർ മരിച്ചു കിടന്നപ്പോൾ മുറിയിൽ ഉണ്ടായിരുന്ന മരുന്നുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ, ഈ മരുന്നുകൾ ഏത് ഡോക്ടർമാർ നിർദ്ദേശിച്ചു, ഇത് അവിടെ കണ്ടെത്തിയ പല മരുന്നുകളും സുനന്ദ പുഷ്കർ പതിവായി കഴിക്കുന്ന മരുന്നുകളല്ല എങ്കിൽ പിന്നെ ഇത് ബന്ധുക്കളുടേതാണോ, അതുപോലെ തന്നെ സുനന്ദ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും ഐപാഡും ഒക്കെ പോലീസ് അവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. ഇത് പിന്നീട് ശശി തരൂരിനെ കൈമാറിയോ അല്ലെങ്കിൽ ഇതിലെ വിശദാംശങ്ങൾ പരിശോധിച്ചോ എന്നുള്ളതൊന്നും ഇതുവരെ വ്യക്തമല്ല. ഇങ്ങനെ മെഡിക്കൽ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന പല കാര്യങ്ങൾക്കും ഡൽഹി പോലീസ് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്ന വാർത്ത മനോരമ നൽകുന്നു. രജനിയെ പരസ്യമായി ക്ഷണിച്ച് BJP എന്ന വാർത്തയും മനോരമയിൽ. ഇത് തമിഴ്നാട്ടിൽ സൂപ്പർ നായകൻ രജനീകാന്തിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ തമിഴിസൈ സൗന്ദർ രാജൻ രജനീകാന്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഇത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് സംസ്ഥാന അധ്യക്ഷൻ രജനീകാന്തിൻ്റെ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ക്ഷണിച്ചത് എന്നാണ് കരുതുന്നത്. എന്തായാലും രജനീകാന്ത് ഈ ക്ഷണത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് അനുസരിച്ചിരിക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഇനി വരുന്ന BJPയുടെ സാധ്യതകൾ. തലയോട്ടി തുറക്കാതെ തലച്ചോറിൽ അപൂർവ ശസ്ത്രക്രിയ, അമൃത ആശുപത്രിക്ക് അപൂർവ നേട്ടം എന്ന വാർത്തയും മനോരമയിൽ. ഇത് ഒരു അങ്കമാലിയിൽ സ്ഥിരതാമസം ആക്കിയ ഹരിയാന സ്വദേശികളായ ദമ്പതികളിൽ ഈ പൂനം എന്ന് പേരുള്ള ഈ വീട്ടമ്മയ്ക്ക് ഒരു അപൂർവ ശസ്ത്രക്രിയ അമൃത ആശുപത്രിയിൽ നടത്തിയതിൻ്റെ വിശദാംശങ്ങൾ ആണ്. നേത്രസംബന്ധമായ ചില തകരാറുകളെ തുടർന്ന് ആശുപത്രിയിൽ പോയ വീട്ടമ്മയ്ക്ക് തലച്ചോറിലെ രക്തക്കുഴലുകളിലെ വീക്കം ആണ് ഈ അസുഖത്തിന് കാരണം എന്ന് കണ്ടെത്തുകയും ഈ വീക്കം മാറ്റുന്നതിനായി നടത്തിയ അപൂർവമായ ഒരു ശസ്ത്രക്രിയ വിജയം കണ്ടതിൻ്റെ വാർത്തയാണ് മനോരമയിൽ നൽകിയിരിക്കുന്നത്. ഇനി മാതൃഭൂമിയിൽ ഹുദ്ഹുദ് ഇന്ന് കരതൊടും എന്ന കൊടുങ്കാറ്റ് സംബന്ധിച്ച വാർത്ത, അതിനൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച എല്ലാ വിശദാംശങ്ങളും മാതൃഭൂമിയും നൽകിയിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥി മന്ത്രവാദത്തെ തുടർന്ന് മരിച്ച വാർത്ത, ആദർശ് ഗ്രാമ പദ്ധതിക്ക് തുടക്കം, ഇതൊക്കെ മാതൃഭൂമി ഒന്നാം പേജിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇതിന് പുറമെ കൈലാഷ് സത്യാർത്ഥി പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു എന്ന വാർത്തയും ചിത്രം സഹിതം മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ. ഇത് നൊബൽ സമ്മാന ജേതാവായ കൈലാഷ് സത്യാർത്ഥി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ ആദർശ ഗ്രാമ പദ്ധതിക്ക് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ കുട്ടികളുടെ അവകാശം സംബന്ധിച്ച് അല്ലെങ്കിൽ രാജ്യത്ത് ബാലവേലയ്ക്ക് എതിരെ ഉള്ള പ്രവർത്തനം ശക്തമാക്കുന്നതിനൊക്കെ പ്രധാനമന്ത്രിയുടെ പിന്തുണ അദ്ദേഹം അഭ്യർത്ഥിച്ചു. മാതൃഭൂമിയുടെ ഉൾപേജിലെ ചില വാർത്തകൾ നോക്കിയാൽ സുനന്ദയുടെ മരണം അന്വേഷണം വേഗം പൂർത്തിയാക്കണം എന്ന് മകൻ എന്ന ശീർഷകത്തിൽ. ഇത് സുനന്ദ പുഷ്കറുടെ മകൻ ശിവ് പുഷ്കർ നടത്തിയ ഒരു പ്രതികരണം ആണ്. അമ്മയുടെ മരണം തങ്ങളെയെല്ലാം ഞെട്ടിച്ചു എന്നും ഇത് സംബന്ധിച്ച് പല വിവാദങ്ങളും ഉണ്ടാകുന്നത് ദുഃഖകരം ആണ് എന്നും ഈ സംശയങ്ങൾ നീക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ നടപടി ഉടൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നതായും ശിവ് പുഷ്കർ പറഞ്ഞിരിക്കുന്നു. ബാർ കേസ് കോടതി നാളെ പരിഗണിക്കില്ല എന്ന വാർത്തയും മാതൃഭൂമിയിലുണ്ട്. ഇത് സംസ്ഥാനത്ത് പുതിയ മദ്യനയം നടപ്പാക്കിയതിൻ്റെ ഭാഗമായി അടച്ചുപൂട്ടിയ ബാറുകളുടെ ഉടമസ്ഥർ സമർപ്പിച്ചിരുന്ന ഹർജിയിൽ നാളെ അന്തിമ വിധി ഉണ്ടാകാൻ ഇടയില്ല. സർക്കാരിൻ്റെയും ബാർ ഉടമകളുടെയും വാദം പൂർത്തിയായെങ്കിലും എന്ന് വിധി പറയും എന്നുള്ളത് വ്യക്തമല്ല. എന്നാലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ അന്തിമ വിധി പറയുന്നതുവരെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 312 ബാറുകൾക്ക് പ്രവർത്തനം തുടരാം എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കാത്തിരിക്കുന്നതാണ്, ബാർ ഉടമകളും മദ്യപന്മാരും എല്ലാം കൗതുകത്തോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഇക്കാര്യത്തിലെ അന്തിമ വിധി. ഒരു കൗതുക വാർത്ത കൂടി മാതൃഭൂമിയിലുണ്ട്. സുധീരൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് രേഖപ്പെടുത്തിയ സ്റ്റിക്കറുകൾ ആലപ്പുഴയിലെ ഒരു മേഖലയിൽ പ്രചരിക്കുന്നു എന്ന്. ഇത് തലയോട്ടിയുടെ അപായ സൂചനയുള്ള ചിത്രം സഹിതം ഒരു മദ്യക്കുപ്പിയുടെ ചിത്രവും ഒക്കെ ആയിട്ടാണ് ഈ സ്റ്റിക്കർ. സുധീരൻ്റെ ചിത്രവുമുണ്ട്. സുധീരൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് രേഖപ്പെടുത്തിയ സ്റ്റിക്കർ ഒരു സംഘം യുവാക്കൾ കഴിഞ്ഞ ദിവസം വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ കയറി പതിക്കുകയായിരുന്നു. എന്നാൽ ഇതുമായി ഒരു ബന്ധവും ഇല്ല എന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. ഇത് നയത്തെ പരിഹസിക്കുന്നതിനായി അല്ലെങ്കിൽ കെട്ടുന്നതിനായി CPMലെ ചില യുവാക്കൾ നടത്തിയതാണ് ഇങ്ങനെ ഒരു ചെയ്തി എന്നും ഈ മേഖലയിൽ വാർത്ത പ്രചരിക്കുന്നതായി മാതൃഭൂമി പറയുന്നു.
കേരള കൗമുദിയുടെ ഇന്നത്തെ മുഖപ്രസംഗം യുദ്ധവും സമാധാനവും എന്ന ശീർഷകത്തിലാണ്. നൊബേൽ പുരസ്കാര പ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് ഈ മുഖപ്രസംഗം തയ്യാറാക്കിയിരിക്കുന്നത്. ലോകമെങ്ങുമുള്ള മനുഷ്യരാശികൾക്കിടയിൽ അനുനിമിഷം അക്രമാസക്തമായി തഴച്ചു വളരുന്ന കൊടിയ തിന്മകൾക്ക് എതിരെ യുദ്ധം ചെയ്യുന്ന ധീരരും ത്യാഗികളുമായ കുറേ മനുഷ്യസ്നേഹികൾ എക്കാലത്തും ഉണ്ട്. അവരുടെ എണ്ണം പരിമിതമാണ് എന്ന് മാത്രം. ഈ യുദ്ധത്തിൽ അവരുടെ ആത്യന്തികമായ ലക്ഷ്യം പരമമായ സമാധാനം ഒന്നു മാത്രമാണ്. ഈ മനുഷ്യസ്നേഹികൾ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ നിരുപാധികമായ സ്നേഹവും അക്ഷയമായ കാരുണ്യവും ആണ് എന്ന് കേരള കൗമുദിയുടെ മുഖപ്രസംഗം. യുദ്ധത്തിൻ്റെ കരിനിഴൽ വീശാത്ത ഒരു പുതുയുഗത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് മലാലയ്ക്ക് കിട്ടിയ മഹത്തായ പുരസ്കാരം നമുക്ക് തരുന്നത്. സത്യാർത്ഥിക്ക് കിട്ടിയ പുരസ്കാരമാകട്ടെ ഇന്ത്യയിൽ എന്നല്ല ലോകമെമ്പാടും ഉള്ള അശരണരും ദരിദ്രരും ആയ ബാലികാ ബാലന്മാരെ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളായി കാണാനുള്ള വലിയ സന്ദേശമാണ് നൽകുന്നത് എന്ന് കേരള കൗമുദിയുടെ ശ്രദ്ധേയമായ ഈ മുഖപ്രസംഗം. ഇനി ഭാവിയുടെ നെയ്ത്തുകാർ എന്ന ശീർഷകത്തിൽ ഇതേ വിഷയം തന്നെ മാതൃഭൂമി മുഖപ്രസംഗത്തിനെ വിഷയമാക്കിയിരിക്കുന്നു. പുരസ്കാരങ്ങൾ തന്നെ പുരസ്കൃതം ആയിത്തീരുന്ന ചില അപൂർവ സന്ദർഭങ്ങളുണ്ട്. അവ അർഹിക്കുന്നവരുടെ കൈകളിൽ എത്തിച്ചേരുന്ന സന്ദർഭങ്ങൾ. അത്തരമൊന്നായിരുന്നു ഈ വർഷത്തെ നൊബേൽ സമാധാന സമ്മാനത്തിൻ്റെ പ്രഖ്യാപനം. ശാന്തിയുടെയും അഹിംസയുടെയും പ്രവാചകൻ ആയ മഹാത്മാഗാന്ധിക്ക് കൊടുക്കാതെയും അനർഹമായ പലർക്കും കൊടുത്തും വിവാദത്തിൽ അകപ്പെട്ടിട്ടുള്ള സമാധാന നോബൽ കൈലാഷ് സത്യാർത്ഥിക്കും മലാല യൂസഫ് സായിക്കും ഉള്ള പുരസ്കാരത്തിലൂടെ അതിൻ്റെ പവിത്ര ലക്ഷ്യം നിറവേറ്റിയിരിക്കുന്നു എന്ന് മാതൃഭൂമി. അതിർത്തിയിൽ ആയുധം ഉയർത്തി നിൽക്കുന്ന ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ശാന്തിയെപ്പറ്റിയുള്ള പുനർചിന്തയ്ക്ക് ഗാന്ധി സ്മരണയ്ക്ക് വഴി തുറക്കാൻ ഈ സമ്മാനലബ്ധിക്ക് കഴിയണം എന്നും മാതൃഭൂമിയുടെ ഈ മുഖപ്രസംഗം. ഇനി ഇന്നത്തെ ചില ശ്രദ്ധേയമായ കായിക വാർത്തകൾ നോക്കാം. കേരള കൗമുദിയുടെ കളിക്കളം പേജിൽ കൊച്ചിയിൽ കിട്ടിയത് ഡൽഹിയിൽ കൊടുത്തു എന്ന ശീർഷകത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയുടെ രണ്ടാം മത്സരം ഇന്നലെ നടന്നു. ഇതിൻ്റെ റിസൾട്ട്, ഇതിൻ്റെ ഫലം ആണ് നൽകിയിരിക്കുന്നത്. രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യ 48 റണ്ണിന് വിൻഡീസിനെ തോൽപ്പിച്ചു. റെയ്ന, കോഹ്ലി, ധോണി അർദ്ധ സെഞ്ചുറി നേടി. രണ്ടാം മത്സരത്തിലും 4 വിക്കറ്റ് വീഴ്ത്തിയ ഷമി മാൻ ഓഫ് ദി മാച്ച് എന്ന് കൗമുദിയുടെ റിപ്പോർട്ട്. ഇന്ത്യൻ സ്വപ്ന ലീഗിന് ഇന്ന് കിക്ക് ഓഫ് എന്ന ശീർഷകത്തിൽ ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരശ്ശീല ഉയരുമ്പോൾ, കൊൽക്കത്തയിൽ തിരശ്ശീല ഉയരുമ്പോൾ കേരള കൗമുദി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആദ്യ മത്സരം അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയും മുംബൈ സിറ്റി FC-യും തമ്മിൽ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം നാളെ എന്നും കൗമുദിയുടെ റിപ്പോർട്ട്. സൂപ്പർ ലീഗിൻ്റെ വാർത്ത മനോരമ നൽകിയിരിക്കുന്നത് ഇന്ത്യൻ സ്വപ്ന ലീഗ് എന്ന ശീർഷകത്തിൽ ആണ്. ഇതിനൊപ്പം കൗതുകമുള്ള ഒരു ചിത്രം നൽകിയിരിക്കുന്നത്. വലിയ വർണ്ണശബളമായ ഉദ്ഘാടന ചടങ്ങ് ആണ് സൂപ്പർ ലീഗിൻ്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള വാദ്യ കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട്. ഈ വാദ്യ കലാകാരന്മാർ സ്റ്റേഡിയത്തിൽ നിരന്ന് നിൽക്കുന്ന ചിത്രം, കൗതുകമുണർത്തുന്ന ചിത്രം മനോരമ ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിരിക്കുന്നു. ഷാർപ്പ് ഷൂട്ട് പങ്ക്തിയിൽ ബൈച്ചിങ് ബൂട്ടിയ എഴുതുന്നു, ഇനി ലോകം ഇന്ത്യയെ നോക്കും, ഇന്ത്യൻ ഫുട്ബോളിനെയും എന്ന ശീർഷകത്തിൽ. ഇതുമായി ബന്ധപ്പെട്ട് വേറെയും വാർത്തകൾ മനോരമ നൽകിയിട്ടുണ്ട് എന്ന് കായികം പേജിൽ. ഉദ്ഘാടന ചടങ്ങിൽ സംഗീത വിസ്മയം തുടങ്ങി ശീർഷകങ്ങളിൽ. ഇനി മാതൃഭൂമി നോക്കിയാൽ ISL-ന് ഇന്ന് ആദ്യ വിസിൽ എന്ന ശീർഷകത്തിൽ സൂപ്പർ ലീഗിൻ്റെ ഉദ്ഘാടന വാർത്ത. നൂറ്റാണ്ട് യുദ്ധത്തിൽ ബ്രസീൽ എന്ന ശീർഷകത്തിലാണ് രാജ്യാന്തര സൗഹൃദ മത്സരത്തിൽ അർജന്റീനയും ബ്രസീലുമായി നടന്ന മത്സരത്തിൻ്റെ വാർത്ത നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ശ്രദ്ധേയമായ ഒന്ന് മാതൃഭൂമി നൽകിയിരിക്കുന്നത് ഡൊണോവൻ വിരമിച്ചു എന്നുള്ള വാർത്തയാണ്. അമേരിക്കയുടെ അന്താരാഷ്ട്ര ഫുട്ബോൾ താരം ലണ്ടൻ ഡൊണോവൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു എന്ന വാർത്ത മാതൃഭൂമി നൽകുന്നു. ഇന്ന് ഞായറാഴ്ച, നമുക്ക് പത്രങ്ങളുടെ ഞായറാഴ്ച വിഭവങ്ങൾ നോക്കാം. കേരള കൗമുദിയുടെ ഞായറാഴ്ച പതിപ്പായ വാരാന്ത്യ കൗമുദിയിൽ മനസ്സിൻ്റെ സിദ്ധാർത്ഥ എന്ന ശീർഷകത്തിൽ വിമൽ വിശ്വനാഥ് എഴുതിയ മനോഹരമായ ഒരു ഫീച്ചർ. ഇത് പിടയുന്ന മനസ്സുകൾക്ക് ഒരു ശാന്തി മന്ത്രം പോലെയാണ് ലുംബിനി. എല്ലാം മറന്ന് മനസ്സിനെ ജീവിതത്തിൻ്റെ നേർക്കരയിലേക്ക് നയിക്കാൻ ലുംബിനി ഉണർന്നിരിക്കുന്നു സിദ്ധാർത്ഥൻ്റെ ജീവിത തുടിപ്പുകളുമായി എന്ന ഈ മനോഹരമായ ഫീച്ചർ. ഇത് ബംഗാളിൽ സിദ്ധാർത്ഥപുരം എന്ന് അറിയപ്പെടുന്ന ചെറുപട്ടണത്തിലാണ് ശ്രീബുദ്ധൻ്റെ പിതാവും കപിലവസ്തുവിൻ്റെ ഭരണാധികാരിയുമായിരുന്ന ശുദ്ധോധന രാജാവിൻ്റെ കൊട്ടാരം. ഇവിടെ നിന്ന് ഒരു വെളിപ്പാടകലെ ഒരു കാവൽ മാലാഖയെ പോലെ ലുംബിനി എന്ന ഉപവന ഉദ്യാനം. ഈ ഉപവന ഉദ്യാനത്തിലെ സാലവൃക്ഷ ചുവട്ടിലാണ് ശ്രീബുദ്ധൻ്റെ പിറവി. ഇങ്ങനെ ഇതിൻ്റെ ചരിത്രവും ഇപ്പോൾ വർത്തമാനകാല വിശേഷങ്ങളും എല്ലാം ചേർത്തുകൊണ്ടാണ് കൗമുദിയുടെ ഇന്നത്തെ ഞായറാഴ്ച ഫീച്ചർ. മനോരമയിലാകട്ടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഉദ്ഘാടന ദിവസമായി ഇന്ന് സൂപ്പർ ലീഗിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ആൻ്റണി ജോൺ.
ഇത് ലോകമെങ്ങും ഉള്ള ഫുട്ബോൾ ആരാധകർക്ക് ആവേശം ഉണർത്തുന്ന തരത്തിൽ ഫുട്ബോളിൻ്റെ ചരിത്രവും ഏതൊക്കെ രാജ്യങ്ങൾ, മലയാളികൾ ഉൾപ്പെടെ, കേരളം ഉൾപ്പെടെ ഏതെല്ലാം പ്രദേശത്തുകാർ ഫുട്ബോളിനെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്നു, ആവേശത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് തുടങ്ങി ഫുട്ബോൾ വിശേഷങ്ങളാണ് മനോരമ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത്. മാതൃഭൂമിയുടെ വാരാന്ത്യ പതിപ്പിലാകട്ടെ വളരെ ശ്രദ്ധേയമായൊരു ഫീച്ചർ നടന്നു താണ്ടിയ വൻകരകൾ എന്ന ശീർഷകത്തിൽ കെ വിശ്വനാഥ് തയ്യാറാക്കിയിരിക്കുന്നു. ഇത് അരനൂറ്റാണ്ട് മുൻപ് 26-കാരനായ ഒരു മലയാളി യുവാവ് ലോകയാത്രയ്ക്കിറങ്ങി കാൽനടയായി 3 ഭൂഖണ്ഡങ്ങൾ താണ്ടി ഡൽഹിയിൽ ഗാന്ധി സമാധിയിൽ പൂക്കളർപ്പിച്ചു തുടങ്ങിയ യാത്ര വാഷിംഗ്ടണിൽ കെന്നഡിയുടെ കല്ലറയിൽ അവസാനിക്കുമ്പോഴേക്ക് 3 വർഷങ്ങൾ പിന്നിട്ടിരുന്നു. ഇത് എടത്തിൽ പ്രഭാകരൻ മേനോൻ എന്ന ഒരുപാട് കൗതുകം ഉണർത്തുന്ന ഒരു മനുഷ്യൻ്റെ ജീവിത കഥയാണ്. ഇത് ഒരു ആണവമുക്ത ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരയുന്നതിനിടെ ആണ് ലേഖകൻ ഇങ്ങനെ ഒരു മനുഷ്യനെക്കുറിച്ച് കേൾക്കാൻ ഇടയായതും ഇദ്ദേഹം നടത്തിയ ഭൂഖണ്ഡങ്ങൾ താണ്ടി നടത്തിയ അപൂർവമായ ഒരു യാത്രയെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ അറിഞ്ഞതും ഇദ്ദേഹത്തെ നേരിട്ട് കാണുന്നതിനായി ബാംഗ്ലൂരിൽ പോയി കാണുകയും ഇദ്ദേഹത്തിൻ്റെ ജീവിത വിശേഷങ്ങൾ അറിയുകയും ഒക്കെ ചെയ്തത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ യാത്രയുടെ പ്രഭാകര മേനോൻ നടത്തിയ യാത്രയുടെ ചിത്രങ്ങൾ സഹിതം പഴയ ചിത്രം പല രാജ്യങ്ങളിൽ അദ്ദേഹം പോയതിൻ്റെ ചിത്രങ്ങൾ സഹിതം മാതൃഭൂമി ഈ ഫീച്ചർ നൽകിയിരിക്കുന്നത്. കൗമുദി TV ന്യൂസ് ട്രാക്കിൻ്റെ ഈ ഞായർ ദിന എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭ വർത്തമാനങ്ങളുടെ ഒരു വിശ്രമ ദിവസം എല്ലാ പ്രേക്ഷകർക്കുമായി ആശംസിക്കുന്നു. നാളെ തിങ്കളാഴ്ച രാവിലെ 8:30 പുതിയ വിശേഷങ്ങളുമായി ന്യൂസ് ട്രാക്കിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.